ഇത് കണ്ടോ? ഈ ക്രിംസൺ കൊണ്ണൂറ് കയറിയിരിക്കുന്ന നോക്കിക്കേ. ഇവനെ എന്തോ ഞാൻ ചെയ്യണ്ടേ? ഇവനെ അതിനെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഞാൻ ആ കേജിൽ പിടിച്ചിട്ടതാ. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പം ദാണ്ട അഴിക്കുന്നു. വഴക്കുണ്ടാക്കുന്ന കണ്ടോ? അതും മീറ്റിങ്ങിന്റെ സമയത്ത്. പാവങ്ങള്. മഹാ വഴക്കാളി. എന്നിട്ട് ഇരിക്കുന്നു നോക്കിക്കേ. എന്താ അടുത്ത് ഒപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാന് അതിനെ എന്തു ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ പോയി ഒരു മെഷ് വാങ്ങിച്ചോണ്ട് വന്നു. ഞാൻ അതിനെ ഇട്ടിരുന്ന കേജ് എന്ന് പറഞ്ഞ പണ്ട് പപ്പി ആയിരുന്നപ്പോൾ ഞാൻ ഡോഗ്സിന്റെ വേണ്ടി വാങ്ങിച്ച ഒരു ചെറിയൊരു അവരുടെ ഡോഗ്സിന്റെ കേജാ അത്. ചിലപ്പോൾ അതിന്റെ എന്തുവാ ആ മെഷിന്റെ അകലം കൊണ്ടത്തോടെ എങ്ങനെയും സ്ക്യൂസ് ചെയ്ത് പുറത്തു പോയതായിരിക്കണം. ഏതായാലും അത് ഇനിയും ക്ലോസ് ചെയ്യാണ്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പം രാത്രി തന്നെ പോയി മെഷ് വാങ്ങിച്ചോണ്ട് വന്ന് ഇപ്പൊ സമയം 10 മണിയായി. മോന് ഉറങ്ങിക്കഴിഞ്ഞാലേ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവനും എൻ്റെ കൂടെ ഇവിടെ വന്നിരിക്കും. പിന്നെ രാവിലെ സ്കൂളിലൊന്നും പോക്ക് നടക്കത്തില്ല. ഭയങ്കര മടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ അവൻ ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുമായിരുന്നു. ഇത് കേജിന്റെ പണി. ഇത് എങ്ങനെയെങ്കിലും മെഷ് അടച്ച് അതുങ്ങളെ ഇതിനകത്ത് ഇട്ടേലേ പറ്റത്തുള്ളൂ രാത്രിയിൽ തന്നെ. ഇല്ലെങ്കിൽ രാത്രി മൊത്തം ശല്യമായിരിക്കും. എങ്ങനെയാണേലും ഞാൻ ഫുള്ള് അടയ്ക്കേണ്ട സ്ഥലം ഫ്രണ്ട് ഡോർ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും അടച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഏരിയയിൽ വെക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ആ ഒരു സ്പേസ് ഉണ്ട്. അപ്പം അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഞാൻ ആ കേജ് എടുത്ത് വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെ എന്തെങ്കിലും ഇരിക്കുമോ അതോ കടിച്ചു പൊട്ടിക്കുമോ എന്തോ ആണേലും അറിയത്തില്ല. കാരണം ഇപ്പം പെട്ടെന്നൊരു കേജ് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇനിയും ഒന്നും ഇപ്പം ഇല്ല. കാരണം ഇപ്പം ഇതിൻ്റെ ബാക്കി ഏവിയറി എക്സ്റ്റെൻഡ് ചെയ്തതേ ഉള്ളൂ ഞാൻ. ഇതെല്ലാം ഒരുമിച്ച് ചെയ്ത വർക്കൊന്നും അല്ല. 2 വർഷം കൊണ്ട് ഞാൻ ഈ ഏവിയറി ഇത്രയും വലുതാക്കിയത്. ഓരോരോ വർഷം ഓരോരോ കാര്യങ്ങൾ ചെയ്താണ് ഇത്ര ആക്കിയേക്കുന്നത്. അപ്പം കേജൊക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് ഇനി അതുങ്ങളെ പിടിച്ച് അതിനകത്ത് ഇടുക എന്നുള്ളതാണ് അതിനെക്കാട്ടിലും വലിയ ടാസ്ക്. ഒരാളെ കിട്ടിയിട്ടുണ്ട്. അവനാ പുതിയ ആള്. അവനെ എനിക്ക് വലിയ പരിചയമില്ല. പക്ഷെ എന്നാലും അത് കടിക്കത്തൊന്നുമില്ല. അതിനെ പിടിച്ച് ഞാൻ കേജിലിട്ട് അടച്ചിട്ട് ഇനി ബാക്കി 2 മോസ്റ്റ്ലി അവർ ആ ബോക്സിനകത്തിൽ കാണും. കാരണം അവിടെ ആണ് ആ കോക്കറ്റെയിൽസ് പിന്നെയും അടുത്ത സൈഡിൽ ഇതായിരിക്കുന്നു. എന്തോ ചെയ്യാനാ ഇവരെ? എന്തിനു കയറി ഇരിക്കുക ഇവർ ഇതിനകത്തൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. മഹാവഴക്കാളികള്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ. വഴക്കാളികളാണേലും എനിക്കിഷ്ടമാണ്. വഴക്കുണ്ടാക്കി കേജിനകത്തൊരു ബഹളമുണ്ട്. പക്ഷെ എന്നാലും കോക്കറ്റെയിൽസിനെയും ഞാൻ തന്നെ വളർത്തുന്നല്ലേ, അവരെയും രക്ഷപ്പെടുത്തണ്ടേ. 5 മുട്ടയുണ്ടായിരുന്നു. 3 പൊട്ടിച്ചു. 2 കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഒരു കുഞ്ഞിനെ കുത്തി അതിനെ പരിക്കേൽപ്പിച്ച് അത് ചത്തുപോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനെ എടുത്തോണ്ട് വന്ന് 2 ദിവസമൊക്കെ ഞാൻ ഹാൻഡ് ഫീഡൊക്കെ ചെയ്തോണ്ടിരുന്നു. പക്ഷെ അത് ചത്തുപോയി. മറ്റേ കുഞ്ഞ് 2-3 ദിവസം പ്രായമേ ഉള്ളൂ. അതിന് കണ്ണുപോലും തുറന്നിട്ടില്ല. അതിനെ ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ട്. ഇച്ചിരൊക്കെ ഒന്ന് ബെറ്റർ ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഈ ഇടവഴി കൂടെ ഈ വേസ്റ്റിന്റെ ട്രേയുടെ ആ ഭാഗത്തൂടെ എങ്ങാനും ആയിരിക്കണം ഇത് ഇറങ്ങി പോന്നേക്കുന്നത്. പുറകിലത്തെ സൈഡിൽ ഇച്ചിരിയും കൂടെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഇനി ഇത് ഫ്രണ്ടും കൂടെ അടച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവളുമാര് രാവിലെ ഇറങ്ങും. വേണ്ട, ഇപ്പൊ ഇത് ഞാൻ ഫുള്ള് കംപ്ലീറ്റ്ലി മെഷ് ഇട്ടു. ഡോറയിലും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നാലും പണി തുടങ്ങിയിട്ടുണ്ട്. എനിക്കിട്ട് എങ്ങനെ അടുത്ത പണി തരണമെന്ന് അവർ പ്ലാനിങ് ആണ് ഓൾറെഡി. കാണത്തില്ല അവരെ, പാവങ്ങളെ പൂട്ടിയിട്ട്. വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ? എനിക്ക് കോക്കറ്റെയിൽസിന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടായോ? അവര് മുട്ടയിട്ട് പാവങ്ങള് കഷ്ടപ്പെട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ ഇറക്കി വെച്ച് അത് ചത്തുപോയാലോ? എനിക്കപ്പോൾ അതും വിഷമമാണ്. ഇവരെ ഇങ്ങനെ അടച്ചിടുന്നതും വിഷമമാണ്. പക്ഷേ ഒരു ഏവിയറി ആവുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെയൊക്കെ നമ്മൾ അന്നേരം സൊല്യൂഷൻസ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഞാൻ ഓർത്തു രാത്രിയിൽ ഇത് മൊത്തം നശിപ്പിക്കുമായിരിക്കുന്നു. പക്ഷേ രാവിലെ വന്ന് നോക്കിയപ്പം അതിനകത്ത് തന്നെ ഉണ്ട് എല്ലാവരും. അപ്പോൾ സക്സസ് ആയി. അപ്പോൾ എൻ്റെ സ്പൈസി കൊണ്ണൂറുകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അവരെ ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. അവർക്ക് നല്ലൊരു കേജ് ഉണ്ടാക്കി അവരെ എൻ്റെ കൂടെ തന്നെ കാണാം. നിങ്ങൾക്ക് ഞാൻ കാണിക്കുകയും ചെയ്യാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.